വാട്സാപ്പിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഇമാജിൻ എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. അടിപൊളി ഫീച്ചറാണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പല കാര്യങ്ങളും അതിൽ കൂടി പറ്റും. നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആർക്കാണോ ഇമാജിൻ ചെയ്യുന്ന പിക്ചർ അയക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ ചാറ്റ് സെലക്ട് ചെയ്യുന്നു. താഴെയുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അത് ഏറ്റവും താഴെയായി ഇമാജിൻ എന്ന് പറയുന്ന പുതിയൊരു ഐക്കൺ ഇതുപോലെ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എന്താണോ ഇമാജിൻ ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ അടിക്കാൻ പോകുന്ന എനിക്കൊരു റൂഫ് ടോപ്പിലൊരു ഗാർഡനാണ് വേണ്ടത്. ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്ത് ഞാനത് ഇമാജിൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ സെൻഡ് ചെയ്തു. അപ്പോൾ കുറച്ച് സമയമെടുത്ത് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് റെഡിയാക്കി തരും. വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം മെറ്റ നമുക്ക് വേണ്ടി റൂഫ് ടോപ്പ് ഗാർഡനുകൾ റെഡിയാക്കി തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നിന്നും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. റൂഫ് ടോപ്പ് ഗാർഡനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് തുടർന്ന് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ സെൻഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതല്ല മേക്ക് ചേഞ്ചസ് എന്നുള്ളതിൽ ഒന്നുകൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ അനിമേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റി തരുന്നതായിരിക്കും. ഞാനിവിടെ അനിമേറ്റ് എന്നുള്ളതിലേക്ക് കൊടുക്കുന്നു. തുടർന്ന് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ എടുത്തിരുന്ന ആ റൂഫ് ടോപ്പ് ഗാർഡൻ്റെ ആ ഒരു ഇമാജിനെ അതിനെ അടിപൊളിയായി അനിമേറ്റ് ചെയ്ത് സെറ്റാക്കി തന്നിരിക്കുന്നു. തുടർന്ന് നമുക്കിതായി സെൻഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് അയച്ചു കൊടുക്കുകയും അത് അവർക്കിതായി അനിമേറ്റ് ചെയ്യുന്ന രീതിയിൽ കാണാം. വേണമെങ്കിൽ നമുക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഡെക്കറേഷനൊക്കെ നടത്തി ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ പേരോ ഡീറ്റെയിൽസൊക്കെ വെച്ച് നമുക്ക് അയക്കുവാൻ സാധിക്കും. എന്തായാലും മെറ്റയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയ വാട്സാപ്പിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പരിശോധിക്കും.